നമസ്കാരം, ഞാൻ റജിന ഇസ്മായിൽ. അൽ ഹിലാൽ ഹോസ്പിറ്റൽസ് ആൻഡ് മെഡിക്കൽ സെന്റർ അവതരിപ്പിക്കുന്ന BMC ന്യൂസ് ലൈവിലേക്ക് സ്വാഗതം. ബഹ്റൈൻ ഹജ്ജ് കമ്മിറ്റി അടുത്ത സീസണിലേക്കുള്ള രജിസ്ട്രേഷൻ തീയതികൾ പ്രഖ്യാപിച്ചു. ടൂർ സംഘാടകർക്കുള്ള അപേക്ഷകൾ ആരംഭിച്ചു. 2026 സീസണിലേക്കുള്ള ഹജ്ജ് ടൂർ ഓപ്പറേറ്റർമാർക്കുള്ള അപേക്ഷകൾ ജൂലൈ 10 വ്യാഴാഴ്ച ആരംഭിക്കുമെന്നും 2025 ഓഗസ്റ്റ് 1 വരെ തുറന്നിരിക്കുമെന്നും സുപ്രീം കമ്മിറ്റി ഫോർ ഹജ്ജ് ആൻഡ് ഉംറ അഫയേഴ്സ് പ്രഖ്യാപിച്ചു. സൗദി അറേബ്യയിലെ ഹജ്ജ് ആൻഡ് ഉംറ മന്ത്രാലയം നിശ്ചയിച്ച സമയപരിമിതിക്ക് അനുസൃതമായി ഇത് പ്രാരംഭ തയ്യാറെടുപ്പുകളുടെ ഭാഗമാണ്. ഹജ്ജ് നിർവഹിക്കാൻ ആഗ്രഹിക്കുന്ന ബഹ്റൈൻ തീർത്ഥാടകരുടെ ഓൺലൈൻ രജിസ്ട്രേഷൻ 2025 സെപ്റ്റംബർ 3 ബുധനാഴ്ച രാവിലെ 9 മണിക്ക് ആരംഭിച്ച് 2025 സെപ്റ്റംബർ 16 ചൊവ്വാഴ്ച അർദ്ധരാത്രിയിൽ അവസാനിക്കുമെന്നും കമ്മിറ്റി പ്രഖ്യാപിച്ചു. നിയുക്ത വെബ്സൈറ്റിലെ ഔദ്യോഗിക ഇലക്ട്രോണിക് കീ വഴി രജിസ്ട്രേഷൻ നടക്കും. വരാനിരിക്കുന്ന ഹജ്ജ് സീസണിലായുള്ള സംഘടനാ പദ്ധതി കമ്മിറ്റി അംഗീകരിച്ചു. കഴിഞ്ഞ സീസണിലെ ഫീൽഡ് വിലയിരുത്തലുകൾ, തീർത്ഥാടകരുടെ ഫീഡ്ബാക്ക്, ടൂർ ഓപ്പറേറ്റർമാരിൽ നിന്നുള്ള നിർദ്ദേശങ്ങൾ എന്നിവയുടെ സമഗ്രമായ അവലോകനത്തെ തുടർന്നാണ് പദ്ധതി വികസിപ്പിച്ചെടുത്തത്. കഴിഞ്ഞ സീസണിൽ നേടിയ നല്ല ഫലങ്ങൾ നിലനിർത്തുന്നതിനും ബഹ്റൈൻ തീർത്ഥാടകർക്ക് നൽകുന്ന സേവനങ്ങൾ കൂടുതൽ മെച്ചപ്പെടുത്തുന്നതിനും ഈ നടപടികൾ ലക്ഷ്യമിടുന്നുവെന്ന് കമ്മിറ്റി പറഞ്ഞു. എല്ലാ നടപടിക്രമങ്ങളിലും സുതാര്യതയും മത്സരക്ഷമതയും ഉയർത്തിപ്പിടിക്കേണ്ടതിന്റെ പ്രാധാന്യവും ഇത് ഊന്നിപ്പറഞ്ഞു. കൊല്ലം പ്രവാസി അസോസിയേഷൻ സ്നേഹസ്പർശം 18ാമത് രക്തദാന ക്യാമ്പ് ശ്രദ്ധേയമായി. കൊല്ലം പ്രവാസി അസോസിയേഷൻ റിഫ ഏരിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കിങ് ഹമദ് യൂണിവേഴ്സിറ്റി ഹോസ്പിറ്റലിൽ വെച്ച് സംഘടിപ്പിച്ച KPA സ്നേഹസ്പർശം 18ാമത് രക്തദാന ക്യാമ്പ് ശ്രദ്ധേയമായി. 50ൽ പരം പ്രവാസികൾ രക്തദാനം നടത്തിയ ക്യാമ്പ് ശ്രീനാരായണ കൾച്ചറൽ സൊസൈറ്റി ചെയർമാൻ കൃഷ്ണകുമാർ ഉദ്ഘാടനം നിർവഹിച്ചു. റിഫ ഏരിയ പ്രസിഡന്റ് സുരേഷ് ഉണ്ണിത്താൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ KPA പ്രസിഡന്റ് അനോജ് മാസ്റ്റർ മുഖ്യപ്രഭാഷണം നടത്തി. ഏരിയ ജോയിന്റ് സെക്രട്ടറി സുബിൻ സുനിൽ കുമാർ സ്വാഗതവും ഏരിയ ട്രഷറർ അനന്തോഷ് ശങ്കർ നന്ദിയും പറഞ്ഞു. KPA ജനറൽ സെക്രട്ടറി പ്രശാന്ത് പ്രബുദ്ധൻ, സെക്രട്ടറി രജേഷ് പട്ടാഴി, KPA സ്ഥാപക പ്രസിഡന്റ് നിസാർ കൊല്ലം, ബ്ലഡ് ഡൊണേഷൻ കൺവീനർമാരായ VM പ്രമോദ്, നവാസ് ജലാലുദ്ദീൻ, ഏരിയ കോർഡിനേറ്റർ മജു വർഗീസ്, ഏരിയ സെക്രട്ടറി സാജൻ നായർ എന്നിവർ ആശംസകൾ അർപ്പിച്ചു. KPA സെൻട്രൽ ഡിസ്ട്രിക്ട് കമ്മിറ്റി പ്രവാസി ശ്രീ അംഗങ്ങൾ ക്യാമ്പിൽ പങ്കെടുത്തു. റിഫ ഏരിയ വൈസ് പ്രസിഡന്റ് ജമാൽ കോയവിള, പ്രവാസി ശ്രീ യൂണിറ്റ് ഹെഡ് ഷാമില ഇസ്മായിൽ എന്നിവർ ക്യാമ്പിന് നേതൃത്വം നൽകി. ലോകത്തിലെ ഏറ്റവും നീളമുള്ള കൈയെഴുത്ത് ഖുർആനുമായി ലോക റെക്കോർഡ് കാലിഗ്രഫിസ്റ്റ് ബഹ്റൈൻ സന്ദർശിച്ചു. ഏറ്റവും നീളം കൂടിയ ഖുർആന്റെ കൈയെഴുത്ത് പ്രതിയിലൂടെ ഗിന്നസ് ബുക്കിൽ സ്ഥാനം നേടിയ മലപ്പുറം തിരൂരങ്ങാടി ചെറുമുക്ക് സ്വദേശി മുഹമ്മദ് ജസീം ചെറുമുക്കിനെ KMCC ബഹ്റൈൻ തിരൂർ മണ്ഡലം കമ്മിറ്റി ആദരിച്ചു. മനാമയിലെ സെഖയിൽ നൂൻ അക്കാദമി ഒരുക്കിയ കാലിഗ്രഫി വർക്ക്ഷോപ്പ് നടത്താൻ വേണ്ടി എത്തിയതായിരുന്നു ജസീം ഫൈസിക്ക് KMCC ബഹ്റൈൻ തിരൂർ മണ്ഡലം കമ്മിറ്റി മെമന്റോ നൽകി സ്വീകരിച്ചു. മനാമ KMCC കേന്ദ്ര ഓഫീസിൽ KMCC ബഹ്റൈൻ മലപ്പുറം ജില്ലാ പ്രസിഡന്റ് ഇക്ബാൽ താനൂർ സ്വീകരണ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. മലപ്പുറം ജില്ലാ ജനറൽ സെക്രട്ടറി അലി അക്ബർ സാഹിബ്, ജില്ലാ ഓർഗനൈസിംഗ് സെക്രട്ടറി VK റിയാസ്, തിരൂരങ്ങാടി മണ്ഡലം ഭാരവാഹി ജാഫർ തറമ്പൽ, കോട്ടക്കൽ മണ്ഡലം ട്രഷറർ അഹമ്മദ് കുട്ടി എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു. മലപ്പുറം ജില്ലാ ഭാരവാഹികൾ, KMCC ഓഫീസ് സ്റ്റാഫ് നാസിം തന്നട എന്നിവർ പങ്കെടുത്തു. KMCC ബഹ്റൈൻ തിരൂർ മണ്ഡലം പ്രസിഡന്റ് അഷ്റഫ് കുന്നത്ത് പറമ്പിലിന്റെ അധ്യക്ഷതയിൽ നടന്ന സംഗമം മണ്ഡലം ജനറൽ സെക്രട്ടറി M മൗസൽ മൂപ്പൻ ചെമ്പ്ര സ്വാഗതവും മണ്ഡലം സെക്രട്ടറി ഷംസുദ്ദീൻ കുറ്റൂർ നന്ദിയും പറഞ്ഞു. ബഹ്റൈൻ സന്ദർശന വേളയിൽ മനാമ സമസ്ത കേന്ദ്ര ഓഫീസിൽ സമസ്ത ബഹ്റൈൻ പ്രസിഡന്റ് സയ്യിദ് ഫക്രുദ്ദീൻ തങ്ങളെയും ഷിഫ അൽ ജസീറ ഹോസ്പിറ്റലിൽ ഹബീബ് റഹ്മാൻ സാഹിബിനെയും സന്ദർശിക്കുകയും ജസീം ഫൈസി എഴുതിയ ഏറ്റവും നീളം കൂടിയ പരിശുദ്ധ ഖുർആന്റെ ബഹ്റൈനിലേക്ക് കൊണ്ടുവന്ന 2 പേജ് പ്രദർശിപ്പിക്കുകയും ചെയ്തിരുന്നു. KMCC ബഹ്റൈൻ മലപ്പുറം ജില്ലാ കമ്മിറ്റി, KMCC ബഹ്റൈൻ തിരൂരങ്ങാടി മണ്ഡലം കമ്മിറ്റി, KMCC ബഹ്റൈൻ വയനാട് ജില്ലാ കമ്മിറ്റി, KMCC മുഹറഖ് ഏരിയ കമ്മിറ്റി, മലപ്പുറം ഡിസ്ട്രിക്ട് ഫോറം അടക്കം നിരവധി സംഘടനകൾ ജസീം ഫൈസിക്ക് സ്വീകരണം നൽകി ആദരിച്ചിരുന്നു. സംഘടനകളുടെയും വ്യക്തികളുടെയും പേരുകൾ ലൈവായി കാലിഗ്രഫിയിൽ വരച്ചു കൊടുക്കുകയും ചെയ്തു. BMC ന്യൂസ് ലൈവിൽ ഇനിയൊരു ഇടവേള.
Our skin is the mirror of our soul. Our skin is our largest sensory organ. Our skin needs a healthy microbiome balance. This is regulated by its pH value, which protects the skin from pathogens, cold and ultraviolet rays. Sebamed protects your skin. BMC ന്യൂസ് ലൈവിലേക്ക് വീണ്ടും സ്വാഗതം. സ്കൂൾ സമയത്തിലെ മാറ്റം സർക്കാർ വാദം അംഗീകരിക്കില്ല, സമരത്തിനിറങ്ങുമെന്ന് സമസ്ത. സംസ്ഥാനത്തെ സ്കൂളുകളുടെ പഠന സമയം മാറ്റിയതിനെതിരെ സമരത്തിലേക്കെന്ന് സമസ്ത. മദ്രസ പഠനത്തെ ബാധിക്കുന്ന സ്കൂൾ സമയമാറ്റത്തിൽ നിന്ന് സർക്കാർ പിന്മാറണമെന്നാണ് സമസ്തയുടെ ആവശ്യം. സർക്കാർ നീക്കത്തിനെതിരെ സംസ്ഥാന വ്യാപക പ്രതിഷേധം നടത്തും. ഓഗസ്റ്റ് 5-ന് കളക്ടറേറ്റിന് മുന്നിൽ ധർണയും സെപ്റ്റംബർ 30-ന് സെക്രട്ടേറിയറ്റ് മാർച്ചും നടത്തുമെന്ന് സമസ്ത അറിയിച്ചു. മദ്രസ പഠനത്തെ ബാധിക്കാതെ തന്നെ സ്കൂൾ സമയം കൂട്ടാം, അതിന് സർക്കാർ ചർച്ച നടത്തണം എന്നും സമസ്ത നേതൃത്വം ആവശ്യപ്പെട്ടു. സ്കൂൾ സമയമാറ്റത്തിൽ അന്തിമ വിജയം വരെ സമസ്ത പോരാടുമെന്നും സമയത്തിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ലെന്നും ജനറൽ സെക്രട്ടറി MT അബ്ദുള്ള മുസ്ലിയാർ പറഞ്ഞു. മദ്രസ സമയം വളരെ കൃത്യമാണ്, ആ സമയത്തിൽ ഒരിക്കലും മാറ്റം വരുത്താൻ ആകില്ല. സർക്കാർ ആലോചിച്ച് ഉത്തമമായ തീരുമാനമെടുക്കുമെന്നും കൂടിയാലോചനകൾ നടത്തണമെന്നും അബ്ദുള്ള മുസ്ലിയാർ പറഞ്ഞു. കീ മാർക്ക് ഏകീകരണത്തിന് അടിസ്ഥാനമാക്കിയ റിപ്പോർട്ട് ഹാജരാക്കണം, സർക്കാരിനോട് ഹൈക്കോടതി. കീം പ്രവേശന പരീക്ഷയിൽ മാർക്ക് ഏകീകരണത്തിന് അടിസ്ഥാനമാക്കിയ റിപ്പോർട്ട് ഹാജരാക്കണമെന്ന് ഹൈക്കോടതി. കീം പ്രവേശന പരീക്ഷയുമായി ബന്ധപ്പെട്ട് സർക്കാർ നൽകിയ അപ്പീൽ പരിഗണിക്കവെയാണ് ഈ ഉത്തരവ്. ജസ്റ്റിസ് അനിൽ കെ നരേന്ദ്രൻ അധ്യക്ഷനായ ബെഞ്ചാണ് അപ്പീൽ പരിഗണിച്ചത്. എല്ലാവർക്കും തുല്യ അനുപാതത്തിൽ പരിഗണിക്കാനാണ് ഈ നടപടി എന്നാണ് കേരള സർക്കാരിന്റെ വാദം. പഴയ രീതിയിൽ അനുപാതം എടുത്താൽ കേരള സിലബസിലെ കുട്ടികൾ പിന്നിലായിരിക്കും. പുതിയ നടപടിയിൽ 2 സിലബസിനും തുല്യ അനുപാതം ഉണ്ടാവണമെന്നും സർക്കാർ പറയുന്നു. എഞ്ചിനീയറിംഗ് അടക്കം കേരളത്തിലെ പ്രൊഫഷണൽ കോഴ്സുകളിലേക്കുള്ള കീം പ്രവേശന പരീക്ഷാ ഫലം ഹൈക്കോടതി കഴിഞ്ഞ ദിവസം റദ്ദാക്കിയിരുന്നു. കീം എഞ്ചിനീയറിംഗ് പ്രവേശന പരീക്ഷയുടെ റാങ്ക് നിർണയ രീതി CBSE സിലബസ് വിദ്യാർത്ഥികളെ ദോഷകരമായി ബാധിക്കുന്നുവെന്ന് ചൂണ്ടിക്കാട്ടിയുള്ള ഹർജിയിലായിരുന്നു ഈ ഉത്തരവ്. മഹിസാഗർ നദിക്ക് കുറുകെയുള്ള പാലം തകർന്നുണ്ടായ അപകടത്തിൽ മരണം 15ആയി. അപകടാവസ്ഥയെ കുറിച്ച് മുന്നറിയിപ്പ് നൽകിയിട്ടും അവഗണിച്ചെന്ന് വിമർശനം. ഗുജറാത്തിലെ വഡോദരയിൽ ഇന്നലെ മഹിസാഗർ നദിക്ക് കുറുകെയുള്ള പാലം തകർന്നുണ്ടായ അപകടത്തിൽ മരണം 15ആയി. ഇനിയും കണ്ടെത്താനുള്ള 4 പേർക്ക് വേണ്ടി തെരച്ചിൽ തുടരുകയാണ്. പ്രദേശത്തെ കനത്ത മഴയും നദിയിൽ വെള്ളം കുത്തിയൊലിച്ചെത്തുന്നതും തെരച്ചിലിന് തടസ്സമാകുന്നുണ്ട്. പരിക്കേറ്റ് വിവിധ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന 5 പേരിൽ 3 പേരുടെ നില ഗുരുതരമാണ്. പാലം അപകടാവസ്ഥയിലാണെന്ന് 2021 മുതൽ മുന്നറിയിപ്പ് നൽകിയിട്ടും ദേശീയപാത അതോറിറ്റിയും സംസ്ഥാന സർക്കാരും അവഗണിച്ചതാണ് അപകട കാരണമെന്ന് കോൺഗ്രസ് ആരോപിച്ചു. 1985-ൽ പണിത പാലത്തിലേക്ക് അമിത ഭാരമുള്ള വാഹനങ്ങൾ കടത്തിവിട്ടതും അപകട കാരണമായെന്നാണ് ആരോപണം. സംഭവത്തെക്കുറിച്ച് ഗുജറാത്ത് സർക്കാർ അന്വേഷണം തുടങ്ങി. 4 അംഗ വിദഗ്ധ സംഘത്തെയാണ് അന്വേഷണത്തിനായി മുഖ്യമന്ത്രി ഭൂപേന്ദ്ര പാട്ടിൽ നിയമിച്ചിരിക്കുന്നത്. ഇവർ ഉടൻ സ്ഥലത്തെത്തി പരിശോധന നടത്തും. BMC ന്യൂസ് ലൈവിൽ വീണ്ടും ഒരു ഇടവേള.
വീണ്ടും സ്വാഗതം. എയർ ഇന്ത്യ വിമാന ദുരന്തം പ്രാഥമിക റിപ്പോർട്ട് വെള്ളിയാഴ്ച പുറത്തുവിട്ടേക്കും. ഉറ്റുനോക്കി രാജ്യം. ഇന്ത്യയെ നടുക്കിയ അഹമ്മദാബാദ് എയർ ഇന്ത്യ വിമാന ദുരന്തത്തിന്റെ കാരണങ്ങൾ സംബന്ധിച്ച് പ്രാഥമിക റിപ്പോർട്ട് വെള്ളിയാഴ്ച പരസ്യമാക്കുമെന്ന് സൂചന. എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ ആണ് കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് കേന്ദ്ര സർക്കാരിന് സമർപ്പിച്ചത്. 260 പേരുടെ മരണത്തിന് ഇടയാക്കിയ വിമാന ദുരന്തത്തിന്റെ പ്രാഥമിക കാരണങ്ങൾ വ്യക്തമാക്കുന്ന റിപ്പോർട്ടിന്റെ ഉള്ളടക്കം പുറത്തുവിട്ടിരുന്നില്ല. ഇത്രയും വലിയ അപകടത്തിന് കാരണമായ ഘടകങ്ങൾ എന്തെന്നാണെന്നറിയാനുള്ള ആകാംക്ഷയിൽ ഏറെ ഗൗരവത്തോടെയാണ് രാജ്യം റിപ്പോർട്ടിനെ ഉറ്റുനോക്കുന്നത്. അപകട കാരണം സംബന്ധിച്ച നിർണായക വിവരങ്ങൾ റിപ്പോർട്ടിൽ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഡൽഹിയിലും സമീപ പ്രദേശങ്ങളിലും ഭൂചലനം, ശക്തമായ പ്രകമ്പനം. ഡൽഹിയിലും സമീപ പ്രദേശങ്ങളിലും ഭൂചലനം. റിക്ടർ സ്കെയിലിൽ 4.1 തീവ്രത രേഖപ്പെടുത്തിയ പ്രകമ്പനം അനുഭവപ്പെട്ടു. നോയിഡ, ഗുരുഗ്രാം, ഫരീദാബാദ് എന്നിവിടങ്ങളിലും പരിസര പ്രദേശങ്ങളിലും പ്രകമ്പനമുണ്ടായി. ഹരിയാനയിലെ ഛൽചാറാണ് ഭൂകമ്പത്തിന്റെ പ്രഭവ കേന്ദ്രം. കൂടുതൽ വിവരങ്ങൾ ലഭ്യമല്ല. പ്രകമ്പനം ജനങ്ങളിൽ ഭയമുണ്ടാക്കിയെങ്കിലും നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. സംസ്ഥാനത്ത് വീണ്ടും മഴ ശക്തമാകും. തിരുവനന്തപുരത്ത് കടലാക്രമണ സാധ്യത. സംസ്ഥാനത്ത് വീണ്ടും മഴ ശക്തമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ജൂലൈ 12 മുതൽ വിവിധ ജില്ലകളിൽ മഞ്ഞ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് ജൂലൈ 12 മഞ്ഞ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. കടലാക്രമണത്തിന് സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കുക. കടൽക്ഷോഭം രൂക്ഷമാകാൻ സാധ്യതയുള്ളതിനാൽ അപകട മേഖലകളിൽ നിന്ന് അധികൃതരുടെ നിർദ്ദേശാനുസരണം മാറി താമസിക്കണം. ചെറിയ വള്ളങ്ങളും ബോട്ടുകളും കടലിലേക്ക് ഇറക്കുന്നത് ഈ സമയത്ത് ഒഴിവാക്കേണ്ടതാണ്. ഈ വാർത്തയോടുകൂടി ഇന്നത്തെ BMC ന്യൂസ് മലയാളം വാർത്തകൾ പൂർണ്ണമാകുന്നു. ശുഭരാത്രി.